ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. പ്രധാനമായിട്ടും ശാന്തി സ്തൂപ, ഹാൾ ഓഫ് ഫെയിം, ലേ പാലസ്, ഈ മൂന്നെണ്ണമാണ് ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ശാന്തി സ്തൂപ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഉണ്ട്. അതുകൊണ്ട് ലേ ലഡാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ താമസ സൗകര്യത്തെ പറ്റി ബേജാറാവേണ്ട കാര്യമില്ല. ഹോം സ്റ്റേകളിലെല്ലാം റേറ്റ് കുറവാണ്. പ്രത്യേകിച്ച് ഹോം സ്റ്റേകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. ഹോട്ടലിനേക്കാളൊക്കെ നല്ലത് ഹോം സ്റ്റേ ആണ് ഞാൻ പ്രിഫർ ചെയ്തത്. കാശുവിലയിലൊന്നും വലിയ മഴയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലുണ്ട്, പക്ഷെ തണുപ്പുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് ലഡാക്ക് ശാന്തി സ്തൂപയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ മലനിരകള്. അങ്ങനെ നമ്മള് ലഡാക്ക് ശാന്തി സ്തൂപ അത് കാണാനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1991 ഇത് പണിതത്. ലേ ലഡാക്കിലുള്ള ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മതകേന്ദ്രം കൂടിയാണ് ഈ ശാന്തി സ്തൂപ എന്ന് പറയുന്നത്. ഞങ്ങള് താമസിച്ചത് ആ കാണുന്നതാണ്, ആ മലയുടെ തൊട്ട് താഴെയായിട്ടാണ്. അവിടുന്ന് ഒരു 6 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം വണ്ടി. ലേ ലഡാക്കിൽ എത്തിച്ചേരുമ്പോൾ അങ്ങ് കുന്നിൻ്റെ മുകളിലായിട്ട് ഒരു വെളുത്ത സ്തൂപം, ഒരു രൂപം ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലേ ലഡാക്കിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും മിസ് ചെയ്യാതെ കാണാൻ ആഗ്രഹിക്കുന്ന, കണ്ടിട്ടു പോകുന്ന ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ശാന്തി സ്തൂപ എന്നറിയപ്പെടുന്നത്. ലേ ലഡാക്കിലെ അതിമനോഹരമായ കുന്നിൻ്റെ മുകളിലായിട്ട് ആണ് ഇതൊരു സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത്. മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ, നിബിഡമായ താഴ്വരകൾ, നീല നിറത്തിലുള്ള ആകാശം, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ശാന്തി സ്തൂപയും ഹാൾ ഓഫ് ഫെയിമും, ഈ രണ്ട് കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. 2500 വർഷത്തെ ബുദ്ധമതത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജാപ്പാനീസ് ബുദ്ധമതക്കാർ നിർമ്മിച്ചതാണ് ഈ കാണുന്ന ശാന്തി സ്തൂപം എന്ന് പറയുന്നത്. അതായത് ബുദ്ധമത പഠിപ്പിക്കലുകൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ജാപ്പാനീസ് സർക്കാരുകൾ തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് 1985 ദലൈലമയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് ഈ ഒരു സ്തൂപം ഇതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഇന്ത്യൻ ജാപ്പാനീസ് സ്വാധീനങ്ങളുടെ സമ്പൂർണ്ണ സമന്വയമാണ്. അതായത് 2 നിലകളുള്ള സ്തൂപത്തിൽ ബുദ്ധൻ്റെ ജീവിതത്തിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കുത്തുപണികളും അതിൻ്റെ ചുവരുകൾ അലങ്കരിക്കുന്ന വിവിധ ബുദ്ധചിഹ്നങ്ങളും ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ബുദ്ധൻ്റെ ജീവിതയാത്രയുടെ വിവിധ ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിമകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശാന്തി സ്തൂപത്തിലെത്താൻ അതിൻ്റെ പ്രവേശന കവാടത്തിൽ നമുക്ക് ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. അപ്പം നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ പ്രാർത്ഥന മുറികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ലേ സിറ്റിയുടെയും അതിൻ്റെ ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും വിശാലമായ കാഴ്ചകൾ ഒരു ക്യാൻവാസിൽ തെളിയുന്നത് പോലെ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ശാന്തിസ്തൂപത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇത് അതിമനോഹരമായി നിർമ്മിച്ച വെളുത്ത മാർബിൾ പ്രതിമകളുടെ ഒരു പരമ്പരയാണ് ഈ കാണുന്നത്. അതായത് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് മാർബിളിൽ കൊത്തിവെച്ചതുപോലെയാണ് ഈ ഒരു പ്രതിമ ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നത്. കുത്തനെയുള്ള കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹത്തായ ശാന്തിസ്തൂപം ഭൂപ്രകൃതിയുടെ മനോഹാരിത കാണിക്കുന്ന സമാനതകളില്ലാത്ത ഒരു കാഴ്ചയാണ് സന്ദർശകർക്ക് നൽകുന്നത്. ശാന്തിസ്തൂപം സന്ദർശിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ അനുയോജ്യം. ഈ കാലയളവിൽ കാലാവസ്ഥ നല്ലതാണ്, അതോടൊപ്പം തന്നെ തെളിഞ്ഞ ആകാശം, അങ്ങനെ ഒത്തിരി നല്ല കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു സമയമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് വിപരീതമായിട്ട്, അതായത് ഈ കനത്ത മഞ്ഞുവീഴ്ച സമയം, ആ സമയത്ത് ശാന്തിസ്തൂപം സന്ദർശിക്കുന്നത് അത്ര നല്ലതല്ല. കഠിനമായ താപനില, പരിമിതമായ പ്രവേശനക്ഷമത, പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മൾ ലേഹ് ലഡാക്കിൽ നിന്ന് ശാന്തിസ്തൂപത്തിലേക്ക് വരുന്ന റോഡുകൾ മഞ്ഞ് വീണ് ഇത് റോഡുകളെല്ലാം ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് ഈ ഒരു കാണാനായിട്ട് ഈ ഒരു സമയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതായത് മെയ് മുതൽ സെപ്റ്റംബർ വരെ, ആ ഒരു സമയത്ത് ഇത് കാണാനായിട്ട് നല്ല സമയമാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ലേഹ് ലഡാക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കുമ്പോൾ താഴെ ലേഹ് ലഡാക്ക് പട്ടണം വളരെ നല്ല രീതിയിൽ കാണാനായിട്ടും സാധിക്കും. ശാന്തിസ്തൂപം കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയത് ഹാൾ ഓഫ് ഫെയിം കാണാൻ വേണ്ടിയിട്ടാണ്. ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത് ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായിട്ട് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ഒരു മ്യൂസിയമാണ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത്. ഹാൾ ഓഫ് ഫെയിം എന്ന മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് രണ്ട് രീതിയിലാണ് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കാർഗിൽ യുദ്ധത്തിൽ ഉപയോഗിച്ച വിവിധ തരം ആയുധങ്ങളും യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത വിവിധ ആയുധങ്ങളും വെടിക്കോപ്പുകളൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു സൈഡിൽ കാർഗിൽ യുദ്ധത്തിൻ്റെ ചിത്രങ്ങൾ, അതായത് കാർഗിൽ യുദ്ധം, ഇന്ത്യൻ സൈന്യം എങ്ങനെ യുദ്ധം ചെയ്തു, അതിൻ്റെ വിവരണങ്ങൾ, അതിൻ്റെ ഡോക്യുമെൻ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാൾ ഓഫ് ഫെയിമിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ലഡാക്കുമായി ബന്ധപ്പെട്ട ചരിത്രം, സംസ്കാരം, മറ്റനുബന്ധ വസ്തുതകൾ പ്രദർശിപ്പിക്കുന്ന ചെറിയൊരു സ്റ്റോറും കൂടിയുണ്ട് ഇവിടെ. നമുക്ക് ടീഷർട്ടുകൾ, തൊപ്പികൾ, കോഫി മഗ്ഗുകൾ, അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കും. വിലയും വളരെ കുറവാണ്. ലേഹ് ലഡാക്കിൽ കിട്ടുന്നതിനേക്കാളും വില കുറവാണ് ഇവിടെ. അപ്പം നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സഹായിക്കുക കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഹാൾ ഓഫ് ഫെയിം മ്യൂസിയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 7 മണി വരെയുമാണ് തുറന്നിരിക്കുന്നത്. ലേഹ് ലഡാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് കർദുങ്കള പാസ് ആണ്, ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ്.
അപ്പം നമ്മൾ ഇനി അത് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കയറുന്നതിന് മുമ്പായിട്ട്, അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് പുറകെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമല്ല കർദുങ്കള പാസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കാത്തിരിക്കുക കർദുങ്കള പാസ് എന്ന ഹയസ്റ്റ് മോട്ടറബിൾ റോഡിലെ വിശേഷങ്ങൾക്ക് വേണ്ടി.